ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇന്ന് നമ്മൾ ഇസ്തിഫ്ഹാമിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ഒരു വിവരം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂപം. ചോദ്യം ചോദിക്കുക. എങ്ങനെയാണ് ഇസ്തിഫ്ഹാം നമ്മൾ നടത്തേണ്ടത്, ചോദ്യം ചോദിക്കേണ്ടത്, അതിൻ്റെ പദങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫുണ്ട്, അതുപോലെ ഇസ്മുകളുണ്ട്, ലർഫുകളുമുണ്ട്. ഇസ്മ എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവും, ഹർഫിനേക്ക് പിന്നെ സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല. ലർഫും ഇസ്മിൻ്റെ ഒരു ഇനം തന്നെയാണ്. അപ്പോൾ ഒരു സ്ഥലമോ സമയമോ ചോദിക്കുന്നതിനായിരിക്കും ലർഫ് എന്ന് പറയാം. മറ്റേത് വാട്ട്, ഹൂ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ, വിച്ച്, അതൊക്കെയാണ് നമ്മൾ ഇസ്മുകൾ പറയാം. ലർഫുകളാവുമ്പോൾ വെൻ, വേർ, ഹൗ, അങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ലർഫുകളായിട്ട് വരും. ഇംഗ്ലീഷിൽ നമ്മളങ്ങനെ പറയും. അപ്പോൾ 3 തരമുണ്ട്. ആ 3 ഭാഗം എങ്ങനെയാണ് വരിക, എന്തൊക്കെയാണ് എന്നുള്ള രൂപമാണ് നമ്മളിന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ഏരിയയാണ്. ക്ലിയർ അല്ലേ? വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? സ്ക്രീനൊക്കെ കാണുന്നില്ലേ? യെസ്, നോക്കാം. വഹുറൂഫുൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫുകൾ. ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫുകൾ അല്ലത്തി, ചില ഹർഫുകളാണ്. എങ്ങനെയുള്ള ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫുകൾ? യുസ്തഫ്ഹമു ബിഹ, ആ ഹർഫുകളെ കൊണ്ട്, അവകളെ കൊണ്ട് ചോദ്യം ചോദിക്കപ്പെടും, വിവരം അറിയാൻ ഉപയോഗിക്കപ്പെടും. ഫഹിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നാണ്. ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിനെ തേടുക. നമ്മൾ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവാനാണല്ലോ ചോദിക്കുന്നത്. ആ രൂപത്തിൽ ഇസ്തിഫ്ഹാമിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഹർഫുകൾ ഹിയ, അവകൾ അൽ ഹംസത്തു, ഹംസയാണ്, വ അം, അം എന്നുള്ളതുമാണ്, വഹൽ, ഹൽ എന്നുള്ളതുമാണ്. അപ്പോൾ ഹർഫുകൾ 3 എണ്ണം. ഒന്ന് ഹംസ, പിന്നെ ഒന്ന് അം, പിന്നെ ഒന്ന് ഹൽ. ഉദാഹരണം പറയാം നമുക്ക്. തഖൂലു, നീ പറയും. ആ ഇൻദക സൈദുൻ, നിന്റെ അടുക്കൽ സൈദുണ്ടോ? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആ ആണോ, അതാണ് ഹംസ. ഇസ്തിഫ്ഹാമിൻ്റെ ഹംസ പറയും. ആ ഇൻദക സൈദുൻ, നിന്റെ അടുക്കൽ, നിന്റെ അരികിൽ സൈദുണ്ടോ? അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞ്, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൽ സംശയമുണ്ടോ? ഒരു ചോദ്യം തന്നെയാണ്. സംശയം ഉണ്ടാവാൻ പാടില്ല. സംശയം ഉണ്ടെങ്കിൽ എന്തിനാ സംശയം എന്ന് ചോദിച്ചിട്ട് ചോദിക്കണം. അഫില്ലാഹി ശക്കുൻ, അത് ആ എന്നതിന് ഉദാഹരണമാണ്. ഇനി അം എന്നതുകൂടി വന്ന ഒരു ഉദാഹരണം. ആ സൈദുൻ ഇൻദക അം അംറുൻ, നിന്റെ അടുക്കൽ സൈദാണോ അതോ അമ്രാണോ? എന്ന് പറഞ്ഞാൽ ഒരു ഔ, ഓർ എന്നുള്ള അർത്ഥമാണ് വരിക.
സെയ്ദാണോ അതോ അമ്രാണോ നിന്റെ അടുക്കലുള്ളത്? വഹൽ, ഹലിന് ഉദാഹരണം എവിടെയാണ്? വഹൽ ഇൻദക ബക്റുൻ, നിന്റെ അടുക്കൽ ബക്കർ ഉണ്ടോ? ഒക്കെ എസ് ഓർ നോ ക്വസ്റ്റിന് വേണ്ടി വരുന്ന ഒരു രൂപമാണ് ഇവകൾ വരിക. ഈ ഹംസയും അമ്മും ബല്ലും ഹല്ലും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എവിടെ നിത? ഇനി വൽ അസ്മാഉ, രണ്ടാമത്തെ ഐറ്റം, ഇസ്മുകൾ. അല്ലത്തി എങ്ങനെയുള്ള ഇസ്മുകളാണ്? അത് നമ്മൾ ഹർഫുകളെ പറഞ്ഞു, പിന്നെ രണ്ടാമത് നമ്മൾ ഇസ്മുകളെ പറഞ്ഞു. ഹർഫ് ആദ്യം പറഞ്ഞു, ഇനി ഇസ്മ പറയണം. വൽ അസ്മാഉല്ലത്തി യുസ്തഫ്ഹമു ബിഹ, വിവരം തേടപ്പെടുന്ന, ചോദ്യം ചോദിക്കപ്പെടുന്ന ഇസ്മുകൾ. ഹിയ, അവകൾ. മൻ എന്നതാണ്. വ മായുമാണ്. വ അയ്യുൻ, വ കം, ഇതൊക്കെയാണ്. മൻ, മാ, വ അയ്യുൻ, വ കം. തഖൂലു, നീ പറയും, ഉദാഹരണം പറയാനി. മൻ ഇൻദക, ആരാണ് നിന്റെ അടുക്കലുള്ളത്? ബുദ്ധിയുള്ള ഒരാളാണ്, അവർക്കാണ് മൻ എന്നത് ഉപയോഗിക്കുക. അതായത് ബുദ്ധിയുള്ള ഒരു വിഷയത്തിന്, ഒരു വസ്തുവല്ല, ഒരു വ്യക്തിക്കാണ് മൻ ഉപയോഗിക്കുക. ലിൽ ഉഖലാഇ, ഉഖലാഇകൾക്ക്, ബുദ്ധിയുള്ള വിഭാഗത്തിന് മൻ എന്ന് ഉപയോഗിക്കും. വമാ ഇൻദക, നിന്റെ അടുക്കൽ എന്താണ്? അപ്പോൾ ലിഗൈരിൽ ഉഖല, അത് ബുദ്ധിയില്ലാത്ത മറ്റു വസ്തുക്കൾക്ക് വേണ്ടി. മൻ ഇൻദക എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒരു മനുഷ്യൻ ആയിരിക്കും. സെയ്ദുൻ, സെയ്ദാണ്, ഉത്തരം സെയ്ദ് എന്ന് വരിക. മാ ഇൻദക എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരം വരുന്നത് കിതാബുൻ, അങ്ങനെ ബുദ്ധിയില്ലാത്ത വസ്തുക്കളായിരിക്കും വരിക. അപ്പോൾ മന്നും മായും ഉപയോഗിക്കുന്നത് എന്താണ്, ആരാണ് എന്നുള്ള ഇതിനാണ്. മൻ ബുദ്ധിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമാണ്, മാ ബുദ്ധിയില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകമാണ്. വ അയ്യു ഷൈഇൻ ഇൻദക, നിന്റെ അടുക്കൽ എന്താണുള്ളത്, എന്തൊരു വസ്തുവാണുള്ളത്? അയ്യു ഷൈഇൻ ഇൻദക. വ കം റജുലൻ ഇൻദക, അടുത്തത് കം, എത്ര മനുഷ്യന്മാരാണ് നിന്റെ അടുത്തുള്ളത്? കം റജുലൻ ഇൻദക. അപ്പം ഇങ്ങനെ ഹർഫുകളും ഇസ്മുകളും. 4 ഹർഫുകൾ പറഞ്ഞു, 3 ഹർഫുകൾ പറഞ്ഞു, 4 ഇസ്മുകൾ പറഞ്ഞു. ഇനി ലിർഫുകൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ലർഫുകൾ അല്ലത്തി യുസ്തഫ്ഹമു ബിഹ, അവളെ കൊണ്ട് ചോദ്യം ചോദിക്കപ്പെടുന്നതായ ലർഫുകൾ. ഹിയ, അവകൾ. മത്ത എന്നുള്ളതാണ്. വ ഐന, ഐനയുമാണ്. വ കൈഫ, വ അയ്യു ഹീനിൻ, ഇതൊക്കെയാണ്. യഹു കൗലിക്ക, നിന്റെ വാക്ക് പോലെ. മത്താ ജിത്ത, നീ എപ്പോഴാ വന്നേ? ഇതൊരു സമയത്തെ കുറിക്കനാണ്. ഞാൻ രാവിലെ വന്നു. ജിത്തു ബുക്രത്തൻ, ഞാൻ രാവിലെ വന്നു. വായന കുത്ത, നീ എവിടെയായിരുന്നു? കുൻതു ഫി മദീന, ഞാൻ പട്ടണത്തിലായിരുന്നു. അയ്യ ഹീനൻ ജിത്ത, ഏത് സമയത്താ നീ വന്നു? കൈഫ അൻത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ആർ യു? കൈഫ അൻത, അവിടെയൊക്കെ ലർഫുകളാണ്. അപ്പോൾ അതൊരു അവസ്ഥയെ വിശദീകരിക്കാനുള്ളതാണല്ലോ. എവിടെയാണ് എന്നുള്ളത് ഒരു സ്ഥലമാണ്, എപ്പോഴാണ് എന്നുള്ളതൊരു സമയത്തെ കുറിക്കുന്നതാണ്. അയ്യഹീൻ എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് കുറിക്കുന്നത്, ഏത് സമയത്താണ് നീ വന്നത്? കൈഫാൻത, എങ്ങനെയുണ്ട് നിനക്ക് നോക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്താണ്? സുഖത്തിലാണോ ദുഃഖത്തിലാണോ എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കൈഫ ശരിക്കും ഒരു സമയം, ഒരു സ്ഥലം അല്ല, എന്നാലും ലർഫിലാണ് അത് പെടുത്തുക. അപ്പം ഇത്തരം വാക്കുകൾക്ക്, ഇത്തരം പദങ്ങൾ 3 ടൈപ്പ് ഇസ്തിഫാമിൻ്റെ വിഭാഗങ്ങൾ. ഹർഫുകളുമുണ്ട്, ഇസ്മുകളുമുണ്ട്, ലർഫുകളും ഉണ്ട്. ക്ലിയർ അല്ലേ?
ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ആവർത്തിക്കണമെങ്കിൽ പറയാം. ഓക്കെ ആണോ? ഹംസ, അം, ഹൽ അത് ഹർഫുകൾ. മൻ, മാ, അയ്യുൻ, കം ഇസ്മുകൾ. അതുപോലെ മത്ത, ഐന, കൈഫ, അയ്യുഹീനിൻ ഇവ ലർഫുകൾ. ഒരു ബോക്സ് കാണാൻ നിങ്ങൾക്ക്. ഹുറൂഫുൽ ഇസ്തിഫാമി അൽ ഹംസത്തു വ അം വ ഹൽ. അസ്മാഉൽ ഇസ്തിഫാമി മൻ, മാ, അയ്യുൻ, കം. ഹുറൂഫുൽ ഇസ്തിഫാമി മത്ത, ഐന, കൈഫ, അയ്യുഹീൻ. ഒരു സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആ സംഭാഷണത്തിലെ ഇസ്തിഫ്ഹാമിൻ്റെ ഭാഗങ്ങൾ, പാർട്ടുകൾ, അത് ഹർഫാവാം, ഇസ്മാവാം, വെർഫാവാം, അതേതാണെന്ന് കണ്ടുപിടിക്കാനാണ്. വായിക്കാം. സഅല റജുലുൻ, ഒരു മനുഷ്യൻ ചോദിച്ചു. ഹാത്തിമൻ, ഹാത്തിമിനോട് ചോദിച്ചു. ഹാത്തിം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ധർമ്മിഷ്ഠനായ ഒരാളാണ്. ഹാത്തിമുത്തായി എന്ന് പറയാം. അദ്ദേഹം ധർമ്മം കൊടുത്ത് ഉഷാറായ ആളാണ്. എന്തും ധർമ്മം കൊടുക്കുന്നതാണ്. അദ്ദേഹത്തോടൊരു മനുഷ്യൻ ചോദിച്ചു, ഹൽ ഗലബക അഹദുൻ ഫിൽ കറമി, നിന്റെ അടുക്കൽ നിന്നേക്കാൾ ഔദാര്യത്തിൽ മികച്ച ആളുണ്ടോ എന്ന് ചോദിച്ചു. ആരെങ്കിലും മികച്ചിട്ടുണ്ടോ? അതായത് നിന്നെ ആരെങ്കിലും തോൽപ്പിച്ചിട്ടുണ്ടോ ഔദാര്യം കൊടുത്തിട്ട് എന്ന് ചോദിച്ചു. ഹൽ ഗലബക, നിന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ അഹദുൻ, ആരെങ്കിലും ഒരാൾ, ഫിൽ കറമി, ഔദാര്യത്തിന്റെ വിഷയത്തിൽ, സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും നിന്നെ തോൽപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഹാത്തിം. അപ്പൊ ഹാത്തിം പറഞ്ഞു, നഅം, അതെ, തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റജുൽ ചോദിച്ചു, ഒരു മനുഷ്യൻ ചോദിച്ചു, മൻ ഹുവ, ആരാണത്? അപ്പൊ ഹാത്തിം, ഗുലാമുൻ യതീം, ഒരു യതീമായ കുട്ടിയാണ്. അപ്പൊ റജുൽ ചോദിച്ചു, കൈഫ ഗലബക, എങ്ങനെയാണ് അദ്ദേഹം, ആ കുട്ടി നിന്നെ തോൽപ്പിച്ചത്, എങ്ങനെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചു. അപ്പോൾ ഹാത്തിം പറഞ്ഞു, ഇസ്തലാഫനി ബിഷിയാഹിൻ, ആ കുട്ടി എന്നെ സൽക്കരിച്ചു. ഇസ്തലാഫനി, എന്നെ സൽക്കരിച്ചു, ബിഷിയാഹിൻ, കുറച്ച് ആടുകളെ കൊണ്ട് സൽക്കരിച്ചു. അപ്പോൾ റജുൽ ചോദിച്ചു, കം ഷാത്തൻ കദ്ദമയിലേക്ക, എത്ര ആടാണ് തന്നത് ചോദിച്ചു. അപ്പൊ ഹാത്തം പറഞ്ഞു, അഷറത്തു ഷിയായി, 10 ആടാണ്, 10 ആട് എനിക്ക് തന്നു. അപ്പൊ റജുൽ ചോദിച്ചു, മാതാ അവ്വൽതഹു, എന്താണ് നീ അതിന് പകരം കൊടുത്തത് ചോദിച്ചു. ഹാത്തം പറഞ്ഞു, സലാത്തു മിഅത്തിനാഖത്തിൻ, ഞാൻ 300 ഒട്ടകത്തെ പകരം കൊടുത്തു. ഞാൻ 300 ഒട്ടകം പകരം കൊടുത്തു. അപ്പോൾ റജുൽ ചോദിച്ചു, അയ്യു ഗുലാമിൻ ഹുവ, ഏതാണ് ആ കുട്ടി ചോദിച്ചു. ഹാത്തിം പറഞ്ഞു, ഗുലാമു ത്വയ്യിൻ, ത്വയ്യ് എന്ന സ്ഥലത്തെ ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. ഹാത്തിം, റജുൽ, പുരുഷൻ ചോദിച്ചു, അയിന വജത്തഹു, നീ അവനെ എവിടെ വെച്ചാ കണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ഹാത്തിം പറഞ്ഞു, ഫീ ദാരി, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടു, കുട്ടിയുടെ വീട്ടിൽ വെച്ച്.
അപ്പോൾ റജുൽ ചോദിച്ചു മത്താ വജത്തഹു, എവിടെ വെച്ചാണ് നീ അവനെ, എപ്പോഴാണ് നീ അവനെ എത്തിച്ചത്? അപ്പോൾ ഹാത്തം പറഞ്ഞു ഈ നസൽത്തു ലൈഫല്ലഹു, ഞാൻ ആ കുട്ടിക്ക് ഒരു അതിഥിയായി ചെന്നപ്പോൾ എന്ന് പറഞ്ഞു. ഇവിടെ കുറെ ചോദ്യത്തിന്റെ പദങ്ങളുണ്ട്, അത് ഏതാന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ കുട്ടി എങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ടാകുക നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇയാൾക്ക് 10 ആടാണ് കുട്ടി ഇദ്ദേഹത്തിന് കൊടുത്തത്. പകരം ഇയാൾ എത്ര കൊടുത്തു? 300 ഒട്ടകം കൊടുത്തു. അപ്പോൾ ശരിക്കും തോറ്റതാരാ? എങ്ങനെ തോൽപ്പിച്ചു എന്ന് പിന്നെ അദ്ദേഹം പറയാ? എന്താ ജുമാല, എങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ടാകുക? ഈ കുട്ടി എങ്ങനെയാണ് ഈ ഹാത്തമിനെ തോൽപ്പിച്ചേ? തോൽപ്പിച്ചില്ലേ? സൽക്കരിച്ചു. എന്നെ പകരം ഇയാള് 300 എണ്ണം കൊടുത്തില്ലേ? 300 ഒട്ടകം. 10 ആടിന് 300 ഒട്ടകം എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാ? എത്രയോ ഇരട്ടിയാണ്. ഏത് സ്വതക്കാക്കി കൊടുത്തു. പക്ഷെ എന്നാലും 300 10-നേക്കാളും വലുത്. ഒട്ടകമല്ലേ ആടിനേക്കാൾ വലുത്. സ്വതക്ക കൊടുക്കന്നല്ലേ കർമ്മം എന്ന് പറഞ്ഞാൽ, ഔദാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വതക്ക കൊടുക്കാൻ തന്നെയാണ്. കുട്ടി സൽക്കരിച്ച സൽക്കാരം ഇദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഇതേപോലൊരു സംഭവം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് സംഭാവന ആവശ്യപ്പെട്ടു. ആ സമയത്ത് സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപേരും സംഭാവനയുമായിട്ട് വന്നു. രണ്ടുപേരും സംഭാവനയുമായിട്ട് വന്നു. അപ്പൊ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാം എടുത്തിട്ടാ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അളവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതലുണ്ട്. പക്ഷേ അളവിൽ കൂടുതലുണ്ടായിട്ടും അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടു. അതെങ്ങനെ പരാജയപ്പെട്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലുള്ളത് മുഴുവൻ കൊണ്ടുവന്നു. എന്താ വീട്ടിൽ വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് കൊണ്ടുവന്നത്? എന്താ ബാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. വീട്ടിലെന്തൊക്കെയാ ബാക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ പറഞ്ഞു, ഞാന് ഇതുപോലെ പകരം വെച്ചു. കേൾക്കുന്നില്ലേ?
കേൾക്കുന്നില്ലല്ലോ ഉസ്താദേ. ഒന്നും കേട്ടില്ല? ഇല്ല, ഒന്നും കേട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും പറഞ്ഞത് കേട്ടോ? ഇല്ല. അപ്പൊ നമ്മളിപ്പോൾ ആ ചോദ്യത്തിലാ നിൽക്കുന്നില്ലേ? ഞാൻ ആ ചോദ്യം ചോദിച്ചത് കേട്ടോ? എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു ചോദ്യം? എന്തായാലും മറുപടി? പ്രായം കൊണ്ടല്ല, അതിന് സൽക്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു ചരിത്രം ഫുള്ളായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, അത് കേട്ടിട്ടില്ല അല്ലേ? ഞാനങ്ങനെ പറഞ്ഞതിന്റെ ക്ലൈമാക്സിലെത്തി, അപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നില്ല പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഒരു മത്സരം നടത്തി. കേൾക്കുന്നുണ്ടോ? സംഭാവന ആരാ? ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു പന്തയം വെച്ചാലും അവിടെ ജയിക്കല് അബൂബക്കർ റളിയല്ലാഹു. ഇനി ഞാൻ അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കും പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സംഭാവന കളക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവിട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വലിയൊരു എമൗണ്ട് കൊണ്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പകുതി സ്വത്തെടുത്ത് എമൗണ്ട് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അബൂബക്കർ റളിയല്ലാഹു വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് കൊണ്ട് വന്നു. പക്ഷെ അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു ജയിച്ചത് അബൂബക്കർ റളിയല്ലാഹു ആണ്. എന്താ കാരണം? എന്താ കാരണം? ഈ സംഭവ ചരിത്രം കേട്ടില്ലേ? അബൂബക്കർ റളിയല്ലാഹു അവനോട് ചോദിച്ചു റസൂലുള്ളാഹ്, എന്താ നീ വീട്ടിലെന്താ ഉള്ളത് ചോദിച്ചു. ബാക്കി എന്താ വീട്ടിലെന്താ, വീട്ടുകാർക്ക് എന്താ വെച്ചിക്കണേ? അപ്പോൾ പറഞ്ഞേ, വീട്ടിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും തന്നെ ഉള്ളൂ. ഞാൻ മുഴുവൻ എൻ്റെ കയ്യിലുള്ളത് മുഴുവനും കൊണ്ടുവന്നിക്കാണ്. ഉമർ റളിയല്ലാഹുവിനോടും ചോദിച്ചു എന്താ വീട്ടിലുള്ളത്? ഇത് ഇതുപോലെ ഉണ്ട്, ഇത്ര തോനുണ്ട്, ഇത്ര വീട്ടിലുണ്ട്. അപ്പോൾ എമൗണ്ട് അളവിൽ കൂടുതലാണെങ്കിൽ കൂടി അന്ന് ഉമർ റളിയല്ലാഹു മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതേപോലെ ആകുമ്പോൾ ഇവിടെ എങ്ങനെ മനസ്സിലാക്കുക? ഈ കുട്ടിയും ഹാത്തമും അദ്ദേഹം അതിസമ്പന്നനായ ആളാണ്. അദ്ദേഹത്തിന് 300 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പക്ഷെ ഈ കുട്ടിക്ക് 10 ആട് എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. ഈ കുട്ടി എന്ത് ചെയ്തു? അപ്പോൾ അതാണ് ഇവിടെ സംഭവം. അതിൽ ചോദ്യങ്ങളുടെ പദങ്ങൾ ഏതൊക്കെ നോക്ക്. ഹലോ, പിന്നെ കൈഫ
അയ്യുൻ, ഐന, മത്ത. പിന്നെ കഴിഞ്ഞ ഹൽ പറഞ്ഞല്ലോ അല്ലേ. ഇനി എന്താ ഉള്ളത്? ഇനി ഉണ്ടാ ഒന്നും കൂടി ഉണ്ടായില്ലേ? ഒന്നും കൂടി ഉണ്ട്. മാതാ. മാന്റെ കൂടെ തായും കൂടി വരും കേട്ടോ. ചില സമയത്ത് വെറും മാന്നും വരും, മാതാന്നും വരും. യെസ്. ഇവിടെ ഇതൊരു ചരിത്രമാണ്. അവിടെ യോജിച്ചത് ചേർത്ത് വെക്കാനാണ്. റഅ അബ്ദുല്ലാഹിബിൻ ജഅഫറിൻ, അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു കണ്ടു അബ്ദൻ, ഒരു അടിമയെ, യുത്ഇബു കൽബൻ, ഒരു നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അടിമയെ കണ്ടു. നായക്ക് അദ്ദേഹം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസഅലഹു, അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഡാഷ് റഗീഫൻ ലക ഫീ യൗമിൻ, എത്ര പത്തിരി കിട്ടും നിനക്ക്? ഡാഷ് അവിടെ ഏതാ ചെറുക്കുക? അപ്പൊ അടിമ പറഞ്ഞു, എനിക്ക് 3 കിട്ടും. അബ്ദുൽ ചോദിച്ചു, ഇതിനെ ആരാണ് നിനക്ക് തരുന്നത്? അവിടെ മൻ ആയത്താക്ക ഹാദിഹി. അപ്പൊ അടിമ പറഞ്ഞു, സയ്യിദി, എനിക്കെൻ്റെ ഉടമസ്ഥനാണ് നൽകുന്നത്. അബ്ദുള്ള ചോദിച്ചു, ഡാഷ് ആഴ്ത്തയത്ത് കൽബൻ, നായക്ക് നീ എത്ര കൊടുത്തു? കൈഫ എങ്ങനെ കൊടുത്തു എന്നല്ല ചോദിക്കുക. ഉത്തരം 3 എന്നാണ്. അടിമ പറഞ്ഞു 3. അപ്പൊ 3 കൊടുത്തു. അപ്പൊ അബ്ദുള്ള ചോദിച്ചു, ഡാഷ് ആഴ്ത്തയത്ത് കുല്ലഹ അൽ കൽബ, എന്തിനാണ്, അല്ല ഫുള്ളും കൊടുത്തോ? ഫുള്ള് കൊടുത്തു വെച്ചു. അതായത് അടുത്ത കുല്ലഹൽ കൽബ, നീ എല്ലാം നായക്ക് കൊടുത്തോ? ഹൽ കുല്ലഹൽ കൽബ, എല്ലാം നായക്ക് കൊടുത്തു വെച്ചു. ഞാൻ അതെ, ഇന്നഹു ജൗആനു, ആ നായ വിശന്നിരിക്കുകയാണ്. അപ്പൊ അബ്ദുള്ള ചോദിച്ചു, ഡാഷ് അൻത ജൗആൻ, നീ വിശക്കുന്നവനാണോ? നീ വിശന്നിരിക്കുന്നവനാണോ ചോദിച്ചു. ഏതാ കൊടുക്കുക? നഅം, അതേ എന്ന് പറഞ്ഞു. ഹൽ, അവിടെയും ഹൽ തന്നെ. അപ്പൊ ചോദിച്ചു, തുസ്കിനു ജുഅക, നിന്റെ വിശപ്പിനെ നീ എങ്ങനെ അടക്കും? അവിടെ കൈഫ് വരും. അപ്പൊ അടിമ പറഞ്ഞു, ഉരീദു, ഞാൻ ഇഷ്ടപ്പെടുന്നു റഹ്മത്ത് റബ്ബി, എൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഫസ്തറാഹു അബ്ദുള്ള ആ അടിമനെ വാങ്ങി, വിലക്ക് വാങ്ങി, ഫഅതഖഹു, ആ അടിമനെ മോചിപ്പിച്ചു. നല്ലൊരു ചരിത്രം. അപ്പൊ ഇവിടെ ചോദ്യം ചോദിക്കുന്ന പദങ്ങള്, ഇവിടെ ഒരു ലിമ എന്നാട്ടത്. ഈ ലിമ എന്നാണ്, എന്തിനു വേണ്ടി എന്നാണ്. അത് ഇവിടെ ഓപ്ഷൻ വന്നിട്ടില്ല. ലം എന്നല്ല, ലിമ, എന്തിനു വേണ്ടി. ബിമ, എന്തുകൊണ്ട്, അങ്ങനെയും ചോദിക്കും. ബിമാദ, ലിമാദ, ലിമ, ബിമ, അങ്ങനെയൊക്കെ വരും. കാരണം ചോദിക്കാനൊക്കെ ലിമ എന്ന് ചോദിക്കാം. ബിമ, അതും എന്തുകൊണ്ട് അർത്ഥത്തിൽ. ഇതിന് ഉത്തരം ഉണ്ടാക്കാനാണ്.
ഹൽ യൻഫ അൽ ഹിഫുലു ബില വഇൻ. ശ്രദ്ധിക്കാതെ ഹിഫുല് ഉപകാരപ്പെടുമോ, കിട്ടുമോ? ഹിഫുല് ഉപകരിക്കുമോ ബില വഇൻ, സൂക്ഷിച്ചു വെക്കാതെ ഹിഫുല് ഉപകാരം ചെയ്യുമോ? എന്താ വരിക ഉത്തരം? ഹൽ എന്നുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ എപ്പോഴും നാം എന്നായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഉത്തരം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാ യൻഫഉൽ ഹിഫ്ളു ബിലാ വഇൻ. ഒരു സെന്റൻസ് ആക്കി എഴുതുമ്പോഴേ വെറും ലാ എന്ന് എഴുതിയാൽ പോരാ. മുകളിൽ കണ്ടോ, മുകളിൽ നഅം ഇന്നഹു ജൗആൻ. അവിടെ വെറും ഒരു നാം എന്ന് മാത്രമല്ല, എന്നാൽ ചില സമയത്ത് ഇവിടെ നാം എന്നുണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ഒറ്റ വാക്കിൽ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ സെൻറ്റൻസ് ചോദ്യത്തിന് എടുത്തു കൊടുക്കണം. മൻ അർഷദക ലിത്തഅലീമി ദീനി. മതപരമായ ഇൽമ് പഠിപ്പിക്കുന്നതിനെ നിനക്ക് മാർഗദർശനം നൽകിയ വ്യക്തി ആരാണ്? നിനക്ക് മതപരമായ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്, മാർഗദർശനം നൽകിയത് ആരാണ്? എന്തായാലും ഉത്തരം? അർഷദനി ഉസ്താദി, എൻ്റെ ഉസ്താദ് എനിക്ക് ഇർഷാദ് ചെയ്തു തന്നു. അപ്പോൾ അവിടെ അങ്ങനെ അല്ലെങ്കിൽ അർഷദനി ഒരാളുടെ പേര് കൊടുത്താലും മതി. അബീന്നോ വാപ്പ, എൻ്റെ വാപ്പ, ഏതെങ്കിലും ഒരാളുടെ പേരായാലും മതി. നിന്നേന്നാണ് ചോദ്യം, അപ്പോൾ എന്നേന്നാണ് ഉത്തരത്തിൽ വേണ്ടത്. അപ്പോൾ അർഷദനി എന്ന് പറഞ്ഞു കേട്ടോ. മിൻ ഐന ഖതഫ്ത സഹറത്ത. ഈ പൂവിനെ നീ എവിടെ നിന്നാണ് പറിച്ചത്? മിൻ ഐന, എവിടെ നിന്ന്? അപ്പൊ അവിടെ പൂന്തോട്ടത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? പൂവിനെ പറിച്ചു. മിൻ ഐന എന്നല്ലേ, എവിടെ നിന്ന്? അപ്പൊ ഉത്തരത്തിൽ മിന്ന് വരണം. അപ്പൊ ഖതഫ്തു അസ്സഹറത്ത മിനൽ ബുസ്താൻ, ഞാൻ പൂന്തോട്ടത്തിൽ നിന്ന് പൂവിനെ പറിച്ചു. കം താലിബൻ ഫി സഫിക, നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എൻ്റെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. എങ്ങനെ പറയും? എൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന്. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ എങ്ങനെ പറയും? എത്ര? ഫീ സൊഫി, എൻ്റെ ക്ലാസ്സിലുണ്ട് 40 താലിബൻ, 40 കുട്ടികളുണ്ട്. ഫീ സൊഫി 40 താലിബൻ. കൈഫ അസ്ബഹ്തൽ യൗം, ഇന്ന് രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെ എങ്ങനെ ഉണ്ട്? അപ്പോൾ അസ്ബഹ്ത എന്നല്ലേ, അപ്പം ഞാൻ പ്രഭാതത്തിലായിരിക്കുന്നു, ഇന്നത്തെ നല്ലതിലാണ്. അപ്പം എങ്ങനെ കൊടുക്കുക? കൈഫ അസ്ബഹ്തൽ യൗമ. അപ്പോൾ ഉത്തരത്തിൽ വരുമ്പോൾ ഉത്തരത്തിൽ ഫീൽ ആദ്യം വരണം കേട്ടോ. ഫീൽ ഉണ്ടെങ്കിൽ ഫീൽ ആദ്യം വരണം. ഒരു ഇസ്മിയായ ജുംലയാണെങ്കിൽ ഇസ്മ് ആദ്യം വരണം. പറ. അസ്ബഹത്തുൽ യൗമ, അസ്ബഹത്തുൽ യൗമ ബിഖൈറിൻ, ഞാൻ ഇന്ന് ഖൈറുമായിട്ട് എന്തായിട്ടുണ്ട്? പ്രഭാതത്തിലായിട്ടുണ്ട് എന്നല്ലേ. അസ്ബഹത്ത എന്നാണ് ചോദ്യം, അപ്പോൾ തൂന്നാണ് ഉത്തരത്തിൽ വന്നത്.
അടുത്തത് അയ്യു അഹവൈക അക്ബർ, നിന്റെ സഹോദരന്മാരിൽ നിന്റെ രണ്ട് സഹോദരന്മാരിൽ ആരാണ് വലിയവൻ? അപ്പോ ഒരാൾ അഖിൽ അക്ബറു സുഹൈൽ. എന്ത്? അഖിൽ അക്ബറു സുഹൈൽ. ഓക്കെ, അങ്ങനെ പറയാം. അഖി അൽ അക്ബറു, വലിയ എൻ്റെ സഹോദരന് ഒരാളെ പേര് പറയാം. ആരാണ് വലിയ മൂത്ത സഹോദരൻ വെച്ചാൽ ഒരു പേര് പറയാം. ഒന്നിങ്ങനെ ആലോചിക്കണം. ഉത്തരം എഴുതുന്ന സമയത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൽ വരുമ്പോൾ നമ്മൾ സെൻറ്റൻസ് ഇങ്ങനെ എടുത്ത് എഴുതുന്ന ഒരു രൂപം കൂടി വേണം. ഇനി യോജിച്ച ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? യോജിച്ച പദങ്ങളെ വെച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാനാണ്. കബ്സത്തുൻ സുഊദിയത്തുൻ മുഫല്ലലത്തുൻ അല സായിരിൽ കബ്സാത്ത്, എല്ലാ കബ്സകളെക്കാളും ഏറ്റവും പ്രിയങ്കരമായ കബ്സ അത് സൗദി കബ്സയാണ്, സൗദിയിൽ ഉണ്ടാക്കുന്ന കബ്സയാണ്. അപ്പൊ അവിടെ എന്താ ചോദ്യം വരിക? സൗദി കബ്സയാണ് ഏറ്റവും അടിപൊളി കബ്സ മറ്റ് കബ്സയേക്കാൾ. എന്താ? പറയും. അങ്ങനെ ചോദ്യം ഉത്തരം വരില്ല, ഒരു മറുപടി വരില്ലേ? എന്ത്? മറ്റ് കബ്സ, മറ്റ് രാജ്യത്തെ കബ്സകളെക്കാളും ഉഷാറാണ് സൗദിയിലെ കബ്സ. ഇങ്ങനെ പറയും. അതിൻ്റെ ചോദ്യം ഇങ്ങനെ വരും. അയ്യൂന്ന് ചോദിക്കാൻ പറ്റുമോ? അയ്യു കബ്സ. അയ്യു കബ്സത്തിൻ മുഫല്ലല. മുഫല്ലല മതി, അങ്ങനെ ചോദിക്കാം. ഏത് കബ്സയാണ് പ്രിയങ്കരമായത് ചോദിക്കാം. അല്ലെങ്കിൽ മാതാ ഹുസൂസിയത്തു, അങ്ങനെ മലയാളത്തിൽ ചോദിക്കുക. ആദ്യം മലയാളത്തിൽ ചോദിച്ചത് അതിൻ്റെ ഇസ്മുഫായില് മാതാ ഹുസൂസിയത്തു പറഞ്ഞാൽ എന്താ പ്രത്യേകത? മാതാ ഹുസൂസിയത്തു കബ്സ സൗദിയ. അപ്പോൾ അതിന് മറുപടി പറയും, ഉത്തരം വരുമല്ലോ. അതാണ് മറ്റ് കബ്സകളെക്കാളും ഏറ്റവും പ്രിയങ്കരമായത്. ചോദ്യം പലതും പറയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തുന്ന ചോദ്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ പാറ്റേൺ വരുള്ളൂ എന്നില്ല. ഇത് നേരത്തെ പറഞ്ഞ അയ്യും പറയാം. ഇനി അടുത്ത് നോക്കുക. റഹബ അബി ലിൽ ഹജ്ജി മാഷിയൻ, എൻ്റെ ഉപ്പ ഹജ്ജിന് നടന്നുകൊണ്ടാ പോയത്. എങ്ങനെ ചോദിക്കും? അത് ശരി, അത് പറ്റും. പിന്നെ വേറെ ഒന്നും കൂടി പറ്റും. വേറെ ചോദ്യം കൂടി പറ്റില്ലേ? ഇനി ചോദ്യം പറ്റില്ല. എങ്ങനെ പോയെന്ന് മാത്രമേ വരുള്ളൂ. ആരാണ് ഹജ്ജിന് പോയതെന്ന് പറഞ്ഞ് ചോദിച്ചൂടെ? മൻ ദഹബ ലിൽ ഹജ്ജി മാഷിയൻ, ഹജ്ജിന് ആരാണ് നടന്നു പോയത്? ഇനി വേറെ വേണമെങ്കിൽ ചോദിക്കാം, എവിടേക്കാണ് നടന്നിട്ട് എൻ്റെ വാപ്പ പോയത്? അല്ലേ? ഇല ഐന, എവിടേക്ക്? ദഹബ അബി മാഷിയൻ, നടന്നിട്ട് എൻ്റെ വാപ്പ എങ്ങനെ എവിടേക്കാ പോയത്? അടുത്ത നോക്ക്.
ഖറജ്തു ഇല മുംബൈ യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം ഞാൻ മുംബൈയിലേക്ക് പുറപ്പെട്ടു. ഖറജ്തു ഞാൻ പുറപ്പെട്ടു, ഇല മുംബൈ യൗമൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം. അവിടെ എന്താ പറയാ കൊടുക്കുക? എന്താ ചോദ്യം വരിക? ആ ഓക്കെ, ഇല ഐന ഖറജ യൗമൽ ഖമീസ്. ആ വേറൊന്ന്, ഇല ഐന ഖറജ എന്നല്ല, ഇല ഐന ഖറജ എന്നുള്ളടത്ത് അവന്നെ വരുള്ളൂ, ഞാൻ എന്നല്ല ഉത്തരം. അപ്പോൾ ഇല ഐന ഖറജിത്ത, ഇല ഐന ഖറജിത്ത യൗമൽ ഖമീസ്. ഓക്കെ, അത് ക്ലിയർ. പിന്നെ അടുത്തതോ? ആരോ മത്താന്ന് വെച്ച് തുടങ്ങിയത്? ആ, മത്താ ഖറജിത്ത ഇല മുംബൈ. യെസ്, പറ്റും. പിന്നെ തസ്ദഹിമുൽ മദീനത്തു ബിസുവാർ, സന്ദർശകരെ കൊണ്ട് പട്ടണം തിരക്കുള്ളതായി. സന്ദർശകരെ കൊണ്ട് പട്ടണം തിരക്കുള്ളതായി തീർന്നു. എന്താ പറയാ? അത് പറ്റും. ബിമൻ അനയിക്കണം. ബിമൻ, ബിമ എന്ന് പറയുമ്പോൾ എന്ത് എന്നാ വരിക. അപ്പോൾ അവിടെ വാഹനങ്ങളും അവ എല്ലാവരും എല്ലാം ഉദ്ദേശിക്കാമല്ലോ. അങ്ങനെ ബിമാന്നും പറ്റും ചോദ്യത്തിൽ. പക്ഷെ ഇവിടെ സുവാർ എന്ന് പറഞ്ഞ വിസിറ്റേഴ്സ്, ബുദ്ധിയുള്ള ആളുകളില്ല. അപ്പോൾ ബിമൻ അതും കൊടുക്കാം. വിസിറ്റേഴ്സാണോ, അല്ലെങ്കിൽ നാട്ടുകാരാണോ, കച്ചവടക്കാരാണോ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിമൻ തസ്ദഹിമുൽ മദീനത്തു. ഹാദാ മൻസിലു റഈസുൽ വുസറ, ഇത് പ്രൈം മിനിസ്റ്ററുടെ വീടാണ്. ഇത് പ്രൈം മിനിസ്റ്ററുടെ വീടാണ്. എന്താ വരിക? ഇതെന്താന്ന് ചോദിച്ചൂടെ? അതെങ്ങനെ പറയാ? ഇതെന്താണ് എന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് ദിസ് എങ്ങനെ ചോദിക്കും? മാഹാദ. യെസ്, മാഹാദ എന്താണിത്? ഹാദാ മൻസിലു റഈസുൽ വുസറ, ഇത് റഈസുൽ വുസറായിൻ്റെ വീടാണ്. യെസ്. ഇത് ആരുടെ വീടാണെന്ന് എങ്ങനെ ചോദിക്കുക? ആരുടെ വീടാണ്? മത്താ എപ്പോൾ എന്നല്ലേ? ഇത് ആരുടെ വീടാണ്? ഇത് ഏത് വീടാണ്? അയ്യു. അയ്യു മൻസിലിൻ ഹാദ, ഇത് ഏത് വീടാണ്, ആരെ വീടാണ്? അല്ലെങ്കിൽ പുതിയ ഇതനുസരിച്ച് ഹാദാ മൻസിലു മൻ, ഹാദാ മൻസിലു മൻ പുതിയ പ്രയോഗമാണ്. ഇത് ആരുടെ വീടാണ്? അപ്പോൾ ഹാദാ മൻസിലു റഈസുൽ വുസറ. യെസ്. നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി. കുഴപ്പമില്ലല്ലോ. ഇസ്തിഫാമിൻ്റെ ഹർഫുകൾ, ഇസ്തിഫാമിൻ്റെ ഇസ്മുകൾ, ഇസ്തിഫാമിൻ്റെ ബർഫുകൾ. യെസ്. ജവാബിൽ
ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ, അടുത്ത ദിവസം പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം.